നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒട്ടുമിക്ക ആൻജിയോസ്പേമുകളിലും അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിലും ബൈസെക്ഷൽ ഫ്ലവറുകളാണ് അഥവാ ഹെർമാഫ്രോഡൈറ്റുകളാണ്. മെയിലും ഫീമെയിലും ഒരു ഫ്ലവറിൽ തന്നെ കാണാറുണ്ട്. ഇങ്ങനെ മെയിലും ഫീമെയിലും ഒരേ ഫ്ലവറിൽ തന്നെ ഗാമറ്റുകൾ കാണുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിലെ തന്നെ സ്റ്റിഗ്മയായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് മെയിൽ ഗാമറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റ് ഒരേ ഫ്ലവറിലാണെങ്കിൽ മെയിൽ ഗാമറ്റ് ആന്തർ റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ ഫീമെയിൽ ഗാമറ്റായ അല്ലെങ്കിൽ റിസെപ്റ്റീവ് സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്ത് പോളിനേഷൻ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരേ ഫ്ലവറിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പേര് പറഞ്ഞു സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞിരുന്നു. സോ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യത ഈ ബൈസെക്ഷൽ ഫ്ലവറുകളിൽ കൂടുതലാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ബൈസെക്ഷൽ ഫ്ലവറുകളിൽ ഇങ്ങനെ സെൽഫ് പോളിനേഷൻ നടക്കുകയാണെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ അത് ലീഡ് ടു ഒരു പ്രോസസ്സാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊന്നുമില്ല, ആ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലവറിന് ഫെർട്ടൈൽ ജനം ബയോളജിക്കൽ കോമ്പറ്റൻസി ഒരു പുതിയ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി കുറഞ്ഞു വരും. കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടക്കുകയാണെങ്കിൽ ആ ഫ്ലവറിൽ ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു ഫിനോമിന, അതായത് അതിൻ്റെ ഫെർട്ടിലിറ്റി റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ബയോളജിക്കൽ കോമ്പറ്റൻസി നഷ്ടപ്പെട്ട് വരും. ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് നേച്ചർ എപ്പോഴും എൻഹാൻസ് ചെയ്യണത് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യണത് ക്രോസ് പോളിനേഷൻ നടക്കാനാണ്. അതുമാത്രമല്ല ക്രോസ് പോളിനേഷൻ നടക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞു നേച്ചറിൽ മോർ നമ്പർ ഓഫ് വേരിയേഷൻ ഉണ്ടാവുള്ളൂ. വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് വന്നാൽ ആ പെർട്ടിക്കുലർ പ്ലാന്റ് അല്ലെങ്കിൽ ഓർഗാനിസത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നേച്ചർ എപ്പോഴും എൻഹാൻസ് ചെയ്യണത് എപ്പോഴും ഒരു സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുക. ക്രോസ് പോളിനേഷൻ കൂടുതലായിട്ട് നടക്കാനുള്ള സാധ്യതകളാണ് ഓരോ ഫ്ലവറിലും ഒരുക്കിയിട്ടുണ്ടാവും. അങ്ങനെ ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന കുറേ ഡിവൈസസുകളുണ്ട്, കുറേ അഡാപ്റ്റീവ് ഫീച്ചറുകളുണ്ട് പ്ലാന്റുകൾക്ക്. ആ അഡാപ്റ്റീവ് ഫീച്ചറുകൾ അല്ലെങ്കിൽ ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. അതിനെ വിളിക്കുന്ന പേരാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ്. ആ പെർട്ടിക്കുലർ ഫ്ലവറിനുള്ള അഡാപ്റ്റേഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ക്രോസ് പോളിനേഷനെ എൻഹാൻസ് ചെയ്യാനും അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാനും സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യാനും വേണ്ടി പ്ലാന്റ്സിൽ തന്നെ വരണ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിവൈസുകളാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഔട്ട് ബ്രീഡിങ് ഡിവൈസുകളാണ് സാധാരണയായിട്ട് ഈ പ്ലാന്റ്സുകളിൽ അല്ലെങ്കിൽ ഫ്ലവറുകളിൽ കാണുക നോക്കാം. ഒന്നാമത്തേത് പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി നോട്ട് സിങ്ക്രണൈസ്ഡ്. ഒരു ഫ്ലവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും അതിലുണ്ടെങ്കിൽ ഈ ക്രോസ് പോളിനേഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഫീച്ചറാണ് അതിൻ്റെ പോളൻ റിലീസ് ചെയ്യുന്ന സമയവും ആന്തറിൽ നിന്ന് പോളൻ റിലീസ് ചെയ്യുന്ന സമയവും സ്റ്റിഗ്മ അതിനെ റിസീവ് ചെയ്യാനുള്ള ടൈമും ഒന്നും ഒരുപോലെ ആക്കില്ല, സിങ്ക്രണൈസ്ഡ് അല്ലാണ്ടാക്കും. അതായത് ഒന്നുകിൽ പോളൻ ആദ്യം റിലീസ് ചെയ്യും, സ്റ്റിഗ്മ അപ്പോൾ റിസെപ്റ്റീവ് അല്ലായിരിക്കും. അല്ലെങ്കിൽ സ്റ്റിഗ്മ ആദ്യമേ റിസെപ്റ്റീവായിട്ട് പോളൻ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കും, പക്ഷേ അപ്പോൾ പോളൻ റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടിൻ്റെയും പോളൻ റിലീസിൻ്റെ സമയവും സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്ന ടൈമും ഒരുപോലെ അല്ലാതാകുക, സെയിം ടൈം അല്ലാണ്ടാക്കുക. അതിനാണ് അവർ നോട്ട് സിങ്ക്രണൈസ്ഡ്. സോ അങ്ങനത്തെ ഫ്ലവറുകളിൽ ഇത് രണ്ടും പോളൻ ഐദർ ആദ്യം റിലീസ് ചെയ്യും, സ്റ്റിഗ്മ റിസെപ്റ്റീവ് അല്ലായിരിക്കും. ചിലപ്പോൾ സ്റ്റിഗ്മ ആദ്യം റിസെപ്റ്റീവ് ആയിരിക്കും, പക്ഷേ പോളൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ സ്റ്റിഗ്മ റിസെപ്റ്റീവായിട്ടിരിക്കും. അപ്പോൾ അവരുടെ ആ സിങ്ക്രണസ് നേച്ചർ ഒരുപോലെ വരണ ആ നേച്ചർ ഇല്ലാണ്ടാക്കണതാണ് ആദ്യത്തെ മെത്തേഡ്. പോളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും സിങ്ക്രണൈസ്ഡ് അല്ലാണ്ടാക്കുന്നത് ക്രോസ് പോളിനേഷനെ എൻഹാൻസ് ചെയ്യാനും സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഫീച്ചറാണ് ഒരു ഫ്ലവറിൽ കാണുന്നത്. അടുത്തതായി അവരുടെ പൊസിഷൻ. ആന്തറിൻ്റെയും സ്റ്റിഗ്മ ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു രണ്ടും കമ്മിങ് ഇൻ കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അങ്ങനെയായിരുന്നാലും ആന്തറിൻ്റെയും സ്റ്റിഗ്മയുടെ പൊസിഷൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഡിഫറെൻറ്റ് പ്ലേസസിലാണെങ്കിൽ ആന്തർ ആൻഡ് സ്റ്റിഗ്മ അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ, ഒരു ഫ്ലവറിലുള്ള ആന്തറിൻ്റെയും സ്റ്റിഗ്മയുടെയും പൊസിഷൻസ് ഡിഫറെൻ്റ് ആയിട്ട് ഒരേ ലെവലിലൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും അവിടെ സെൽഫ് പോളിനേഷൻ നടക്കില്ല, അപ്പോൾ അവിടെ ക്രോസ് പോളിനേഷൻ തന്നെ നടക്കുള്ളൂ. സോ
ആന്തറിൻ്റെ സ്റ്റിഗ്മയുടെ പൊസിഷൻസ് വേരി ചെയ്യും, വേരി ലെങ്ത് അല്ലെങ്കിൽ പൊസിഷൻസിലാണെങ്കിൽ അവർ തമ്മിൽ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറയുകയും ക്രോസ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാവുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി നമ്മൾ പറഞ്ഞ ആദ്യത്തെ മെത്തേഡായ പോളൻ റിലീസും അതുപോലെ സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്ന ടൈമും ഒരുപോലെ അല്ലാണ്ടാക്കുക. അതുപോലെ ആന്തറിൻ്റെ സ്റ്റിഗ്മയുടെയും പൊസിഷൻ വേറെ വേറെ ലെവലിലാക്കുക. ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സെൽഫ് പോളിനേഷൻ നടക്കില്ല. സെൽഫ് പോളിനേഷൻ നമ്മൾ വേറെ പേര് പറഞ്ഞു ഓട്ടോഗാമി എന്ന് പറഞ്ഞു. സോ ഓട്ടോഗാമീനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ രണ്ട് മെത്തേഡിലൂടെ നടക്കും. ഈ രണ്ട് മെത്തേഡ് ആണെങ്കിലും ഈ രണ്ട് അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിവൈസസും ഫ്ലവറിലുണ്ടെങ്കിൽ ഓട്ടോഗാമി അഥവാ സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ മൂന്നാമത്തെ മെത്തേഡാണെങ്കിലും സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞ മെത്തേഡ്. മൂന്നാമത്തെ ഡിവൈസ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഫീച്ചർ പ്ലാന്റിൽ തന്നെ കാണുന്നതാണ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി. സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക് മെക്കാനിസമാണ്. ആ പ്ലാന്റിൽ തന്നെ കാണപ്പെടുന്ന ഒരു ജനറ്റിക് മെക്കാനിസമാണ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് ആ പ്ലാന്റിലെ ഫ്ലവർ എന്ത് ചെയ്യും, അതിൻ്റേതായ പോളനെ പ്രിവെൻറ്റ് ചെയ്യും. അത് മനസ്സിലാക്കുകയാണ്, ഇതെൻ്റെ സെൽഫ് പോളനാണ്, എൻ്റെ തന്നെ ഫ്ലവറിലെ പോളനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സ്റ്റിഗ്മ അതിനെ റിസീവ് ചെയ്യില്ല. സോ എന്താണ് സംഭവിക്കുക, സെയിം പോളനെ പ്രിവെൻറ്റ് സെൽഫ് പോളൻ, സ്വന്തം ഫ്ലവറിൻ്റെ ആ പോളനെ അതിൻ്റെ സ്റ്റിഗ്മ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് റിജക്റ്റ് ചെയ്യുന്ന ആ ഒരു ജനറ്റിക് മെക്കാനിസത്തിൻ്റെ പേരാണ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി. അത് ഒരു പക്ഷേ സെയിം ഫ്ലവറിൽ നിന്നുകൊണ്ടായിരിക്കാം റിജക്റ്റ് ചെയ്യുക. സെയിം ഫ്ലവറിൽ മെയിലും ഫീമെയിലും ഉണ്ടായിരിക്കുമല്ലോ. സോ അതിൻ്റെ പോളനെ അതിൻ്റെ സ്റ്റിഗ്മ പ്രിവെൻറ്റ് ചെയ്യുക, സെൽഫ് പോളനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതേ ചെടിയിൽ വേറൊരു ഫ്ലവർ ഉണ്ടെങ്കിലും അതിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ ഈ സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി, അതിൻ്റെ സെയിം ഫ്ലവർ മാത്രമല്ല ആ ചെടിയിലെ വേറൊരു ഫ്ലവറും, ബിക്കോസ് അതിൻ്റെ തന്നെ ജനറ്റിക് ഇക്വലൻസ് അല്ലെങ്കിൽ സെയിം ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ആ ചെടിയിലെ വേറെ ഫ്ലവർ എന്ന് പറഞ്ഞാലും. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി ഒന്നുമില്ല, അതിൻ്റെ സ്വന്തം പോളനെ പോളിനേഷൻ നടക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ജനറ്റിക് മെക്കാനിസമാണ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി. അതെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക? ഇൻ കേസ് അതിൻ്റെ പോളൻ വന്ന് സ്റ്റിഗ്മയിൽ വീണാൽ തന്നെയും പോളൻ ജെർമിനേഷൻ നടക്കാൻ അനുവദിക്കില്ല. സ്റ്റിഗ്മ പോളൻ ജെർമിനേഷൻ നടക്കാൻ അനുവദിക്കില്ല. മാത്രമല്ല അതിൻ്റെ പോലെ തന്നെ ജെർമിനേഷൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പുകളായ പോളൻ ട്യൂബ് ഗ്രോത്ത് പിസ്റ്റിലൂടെ നടക്കുകയുമില്ല. സോ പോളൻ ട്യൂബ് ഗ്രോത്ത് നടക്കില്ല, അതുപോലെ പോളൻ ജെർമിനേഷൻ ഒന്നും തന്നെ ആ പിസ്റ്റിൽ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ നടക്കില്ല. ഇതാണ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി. പ്രിവെൻറ്റ്സ് എ സെൽഫ്, സ്വന്തം തന്നെ പോളനെ പ്രിവെൻറ്റ് ചെയ്യും. എന്തിൽ നിന്ന്? പോളൻ ജെർമിനേഷനിൽ നിന്നും പോളൻ ട്യൂബ് ഗ്രോത്തിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്യാൻ അനുവദിക്കുകയില്ല. അതാണ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി. നാലാമത്തെ മെത്തേഡാണ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവർ. യൂണിസെക്ഷൽ ഫ്ലവറുകളെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നാലാമത്തെ അഡാപ്റ്റീവ് ഫീച്ചർ അല്ലെങ്കിൽ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ്. എന്തിനു വേണ്ടി? ക്രോസ് പോളിനേഷനെ എൻഹാൻസ് ചെയ്യാനും സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യാനും. അതെന്താണെന്ന് വെച്ചാൽ യൂണിസെക്ഷൽ ഫ്ലവറുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോത്ത് മെയിലും ഫീമെയിലും ഒരു പ്ലാന്റിൽ തന്നെ കാണും. മെയിൽ ഫ്ലവറും കാണാൻ പറ്റും, ഫീമെയിൽ ഫ്ലവറും സെയിം പ്ലാന്റിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കാസ്റ്റർ ആൻഡ് മെയ്സ്, ഈ ചെടികളിലൊക്കെ തന്നെ ഈ വക പ്ലാന്റുകളിലൊക്കെ കാസ്റ്ററിലും മെയ്സിലൊക്കെ മൊണീഷ്യസ് ആണ്. മെയിലും ഫീമെയിലും ഒരേ പ്ലാന്റിൽ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ മൊണീഷ്യസ് എന്ന് പറയും. പക്ഷേ ഇവിടെ എന്താണ് യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും ഒരു ചെടിയിലാണ് അല്ലെങ്കിൽ ഒരു പ്ലാന്റിലാണ് കാണുന്നത്. അപ്പോൾ ഒരു ചെടിയിലുള്ള ഒരു ഫ്ലവർ മെയിലായിരിക്കാം, അതേ ചെടിയിലുള്ള വേറെ ഫ്ലവർ ഫീമെയിലായിരിക്കാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓട്ടോഗാമി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫ്ലവർ മെയിൽ ഫ്ലവർ ആയിരിക്കാം ഒരു പ്ലാന്റിലുള്ളത്, വേറൊരു ഫ്ലവർ ഫീമെയിൽ ആയിരിക്കാം. അപ്പോൾ ഓട്ടോഗാമി പ്രിവെൻറ്റ് ചെയ്യും ഈ ഒരു മെത്തേഡിലാണെങ്കിൽ. പക്ഷേ ജെയ്റ്റനോഗാമി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ ചെടിയിലുള്ള മെയിൽ ഫ്ലവറും അതേ ചെടിയിലുള്ള വേറെ ഫ്ലവറിലുള്ള ഫീമെയിൽ ഫ്ലവറും തമ്മിൽ പോളിനേഷൻ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജെയ്റ്റനോഗാമി നെയ്ബറായിട്ടുള്ള ആ പോളിനേഷൻ, ജെയ്റ്റനോഗാമി നമ്മൾ പറഞ്ഞു സെയിം പ്ലാന്റിലെ രണ്ട് ഫ്ലവറുകൾ തമ്മിൽ പോളിനേഷൻ നടക്കണം. ജെയ്റ്റനോഗാമി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഓട്ടോഗാമി പ്രിവെൻറ്റ് ചെയ്യാം. ബിക്കോസ് അത് യൂണിസെക്ഷൽ ഫ്ലവറാണ്. ഒരു പ്ലാന്റിൽ ഒരു ഫ്ലവർ മെയിൽ ഒരു ഫ്ലവർ ഫീമെയിൽ, രണ്ടും ഒരു പ്ലാന്റിൽ നടത്തുള്ള യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോഗാമി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ജെയ്റ്റനോഗാമി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പപ്പായയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ പ്ലാന്റുകളിൽ മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് വേറെ വേറെ പ്ലാന്റുകളിലാണ്.
സോ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഡിഫറെൻറ്റ് പ്ലാന്റുകളിലാണ് കാണപ്പെടുക എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം മെയിൽ ഫ്ലവർ മെയിൽ പ്ലാന്റ്, രണ്ടാമത്തത് ഫീമെയിൽ പ്ലാന്റ് ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ രണ്ടും വേറെ വേറെ പ്ലാന്റുകളിലാണ് മെയിലും ഫീമെയിലും കാണപ്പെടുന്നുണ്ടെങ്കിൽ അതും ഒരു യൂണിസെക്ഷലാണ്. ഒരു പ്ലാന്റ് കംപ്ലീറ്റ് മെയിൽ ഫ്ലവർ, വേറൊരു പ്ലാന്റ് കംപ്ലീറ്റ് ഫീമെയിൽ ഫ്ലവർ. അങ്ങനെയാണെങ്കിൽ അത് യൂണിസെക്ഷലാണ്, ഒരു സെക്സ് മാത്രമേ അതിൽ കാണപ്പെടുന്നുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള യൂണിസെക്ഷൽ ഫ്ലവറുകളിൽ ഓട്ടോഗാമിയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ജെയ്റ്റുനോഗാമിയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോഗാമി ഓഫ് കോഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ആ ചെടിയിൽ ഒന്നുകിൽ മെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓട്ടോഗാമി നടക്കാനുള്ള സാധ്യതയില്ല. ജെയ്റ്റുനോഗാമി നടക്കില്ല, ബിക്കോസ് ആ ചെടിയിൽ ഫുള്ള് മെയിൽ ഫ്ലവർ ആയിരിക്കും, വേറൊരു പ്ലാന്റിൽ മൊത്തം ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ ജെയ്റ്റുനോഗാമി നടക്കില്ല. അപ്പോൾ അവിടെയും നമ്മൾ എന്താണ് കൂടുതൽ ക്രോസ് പോളിനേഷനെയാണ് നേച്ചർ എൻഹാൻസ് ചെയ്യുന്നത്. സോ യൂണിസെക്ഷൽ ഫ്ലവർ വഴിയും സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് ക്രോസ് പോളിനേഷനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 മെത്തേഡുകളിലുമാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ടു എൻഹാൻസ് ക്രോസ് പോളിനേഷൻ ആൻഡ് ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ. ഒന്ന് പോളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്ന ടൈം ഒരുപോലെ അല്ലാണ്ടാക്കി മാറ്റുക, സിങ്കർനെസ് അല്ലാണ്ടാക്കി മാറ്റുക. രണ്ടാമത്തത് ആന്തറിൻ്റെയും സ്റ്റിഗ്മയുടെയും പൊസിഷൻസ് തമ്മിൽ വേറെ വേറെ ലൊക്കേഷൻസിൽ വെക്കുക. അപ്പോൾ അവർ തമ്മിൽ കമ്മിങ് ഇൻ കോൺടാക്റ്റുള്ള ചാൻസ് കുറയുന്നു. സോ സെൽഫ് പോളിനേഷനുള്ള ചാൻസ് കുറയുന്നു, ക്രോസ് പോളിനേഷൻ നടക്കുന്നു. മൂന്നാമത്തത് അതിൻ്റേതായ ആ ഫ്ലവറിലെ സ്വന്തം സെൽഫ് പോളനെ പ്രിവെൻറ്റ് ചെയ്യുക, സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി പ്രിവെൻറ്റ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ തടയുന്നു. പോളൻ ട്യൂബ് ജെർമിനേഷനോ പോളൻ ട്യൂബ് ഗ്രോത്തോ പിസ്റ്റിൽ നടക്കില്ല. നാലാമത്തത് യൂണിസെക്ഷൽ ഫ്ലവറുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒന്നുകിൽ ഒരു ചെടിയിൽ മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ വേറൊരു ചെടിയിൽ ഫീമെയിൽ ഫ്ലവർ. അങ്ങനെ യൂണിസെക്ഷൽ ഫ്ലവറിൽ പപ്പായ വഴിയോ അല്ലെങ്കിൽ കാസ്റ്റർ മീസ് പോലെ പ്ലാന്റുകൾ ഒരു ചെടിയിൽ ഒന്ന് മെയിൽ ഫ്ലവർ, അതേ ചെടിയിൽ വേറൊന്ന് ഫീമെയിൽ ഫ്ലവർ. അങ്ങനെ വരികയാണെങ്കിൽ ഓട്ടോഗാമി പ്രിവെൻറ്റ് ചെയ്യും, ജെയ്റ്റുനോഗാമി പ്രിവെൻറ്റ് ചെയ്യില്ല. പപ്പായ പോലെയുള്ള ചെടികളിലാണെങ്കിൽ ഓട്ടോഗാമിയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ജെയ്റ്റുനോഗാമിയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ പപ്പായ പോലെയുള്ള ചെടികളിൽ എന്താണ്, ഒരു പ്ലാന്റ് മൊത്തം മെയിലായിരിക്കും, വേറൊരു പ്ലാന്റ് മൊത്തം ഫീമെയിലായിരിക്കും. സോ ഓട്ടോഗാമി നടക്കാൻ സാധ്യതയില്ല, ജെയ്റ്റുനോഗാമി നടക്കാനുള്ള സാധ്യതയില്ല. ഇത്രയാണ് 4 ഡിഫറെൻറ്റ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് അഥവാ അഡാപ്റ്റീവ് നേച്ചർ ഫ്ലവറിന് ക്രോസ് പോളിനേഷൻ എൻഹാൻസ് ചെയ്യാനുള്ള അഡാപ്റ്റീവ് ഡിവൈസസുകൾ നേച്ചർ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്.